അപ്പം ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ്റെ കുഞ്ഞാറ്റിയാണ് ഞാൻ പറയണ്ടാക്കില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിത് വന്നിരിക്കുന്നത് സംഭവം ഉണ്ടാക്കാനാണ്. എൻ്റെ പേര് റവ കേസരി എന്നാണ്. റവ ഐറ്റംസ് വേണ്ട, കുറച്ച് ഐറ്റംസ് മതി. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് റവ വേണം, വറുത്ത റവയാണ്. പിന്നെ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചത്, പിന്നെ എന്താ ഇത് പാൽപ്പൊടിയാണ്. നമ്മൾ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി, പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും, പിന്നെ നെയ്യ്, ഗീ, മിൽമയുടെ ഗീ ആണ്. ഇതും വേണം. ഇനി ഉണ്ടാക്കാന്ന് നോക്കാം. പോവാന്ന് പറയും, വീഡിയോയിലേക്ക് പോവാം. പാത്രം അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഓണാക്കിയിട്ട് കത്തിച്ചിട്ട് അപ്പോൾ നമുക്ക് നെയ്യ്, ഇത് കുഞ്ഞൊരു ഇതാണ്, 100 ഗ്രാമാന്ന് തോന്നുന്നു. പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫുള്ളും കോരിയെടുക്കുന്നു. മുട്ടീമ കയറി നിൽക്കാണ്, എനിക്ക് ഹൈറ്റ് എത്തണില്ല. അപ്പൊ ഇനി നമുക്ക് വറുത്ത റവയാണ്. ഞാൻ പഞ്ചസാര കാര്യം പറയാൻ മറന്നു. അപ്പോൾ നന്നായിട്ട് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ഇടാം. ചെറിയ മധുരത്തിലാണെങ്കിൽ കുറച്ച് എപ്പോഴാണ് ഇടേണ്ടത് ഞാൻ പറയാം. പഞ്ചസാര എടുത്ത് വെച്ചത് ഇത്ര മതി കേട്ടോ. അധികമൊന്നും ഇവിടെ അധികം പഞ്ചസാര ഒന്നും കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് ആ നെയ്യിന്റെ കൂടെ അത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാതും കണ്ടോ നല്ല ഇതിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളം. നമ്മൾ ആവശ്യത്തിന് നല്ലപോലെ വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫുഡ് കളർ വേണ്ടേ, കളർ അതിന് വേണ്ടി കിട്ടണം. അതിന് വേണ്ടി നമുക്ക് മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. മഞ്ഞ കളർ എല്ലായിടത്തേക്കും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിടാം. എന്നിട്ടായിരുന്നു അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഏലക്കായ പൊടിച്ച് വെച്ചത് ഫുള്ളും ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് പാൽപ്പൊടി കൊടുക്കാം. ഇത് ഇവിടെ നിന്ന് പോരില്ലാന്നാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വെക്കാം. ആയി വന്നിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തേക്കാം. ഇത് കണ്ടോ അവിടെ അടുത്തൊന്നും പിടിക്കാണ്ട് കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ മറ്റേ ഇതുണ്ടാക്കിയപ്പോൾ കണ്ടു തന്നായിരുന്നു. കണ്ടോ ഇതിങ്ങനെ ആവണം. പിന്നെ മണോ പിന്നെ ഏലക്കായുടെ മണോ എൻ്റെ സാറേ എന്തായാലും മണം. ഇത് ഓഫാക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഏത് ഷേപ്പുള്ള ബൗളിലാക്കിയാലും ആ ഷേപ്പിലുള്ള അലുവ പോലെ ഇങ്ങനെ കിട്ടും. നമ്മളന്ന് ചക്കവരട്ടി ഉണ്ടാക്കില്ലേ, അന്ന് അലുവ പോലെ ഇങ്ങനെ കിട്ടില്ല, അതുപോലെ കിട്ടും. ഞാനിത് പ്ലേറ്റിലേക്ക് കമത്താണ്. ഓ കണ്ടോ ഫുള്ളും ബോട്ടാണ്. നമുക്ക് ഡെക്കറേറ്റിന് വേണ്ടി നമുക്ക് ചെറിയ ഇത് വെച്ച് കൊടുക്കാം. അടുത്ത് നമുക്ക് അണ്ടിപ്പരിപ്പുകൾ ഓരോന്നായി ഇങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടാം.
നമുക്കിത് ഉള്ളിക്കോടെ വെച്ച് കൊടുക്കാം. വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി നമുക്കിങ്ങനെ വെച്ച് കത്തി. അപ്പോൾ നമ്മളെ റവ കേസരി റെഡിയായി. അപ്പം നമുക്കിത് മുറിച്ച് കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിൻ്റെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിക്കാം. കത്തി പിടിക്കുക ഇങ്ങനെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാറ്റ, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാറ്റ. അപ്പോൾ കുഞ്ഞിനിട്ട് എടുക്കണമെന്നില്ല. ഞാൻ കുഞ്ഞാറ്റേക്ക് കൊടുക്കാനാണ്. ഞാൻ കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ മുറിച്ചിട്ട് ഞാനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. വളരെയധികം സിമ്പിളാണിത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ പറയും. അത് പറയാൻ വേണ്ടി മാത്രം ബൈ.